കോട്ടയം ജില്ലാ പഞ്ചായത്ത് കുറവിലങ്ങാട് ഡിവിഷനിൽ UDF സ്ഥാനാർത്ഥി ജോസ്മോൻ മുണ്ടയ്ക്കന്റെ പത്രിക സ്വീകരിച്ചു. ആരോപണങ്ങളിൽ കഴമ്പില്ലെന്ന് കണ്ടെത്തി. പഞ്ചായത്ത് കൌൺസിലിൽ പങ്കെടുക്കാതെ അലവൻസ് കൈപ്പറ്റി എന്നായിരുന്നു ആരോപണം. ആരോപണം ഉന്നയിച്ചവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ജോസ്മോൻ വ്യക്തമാക്കി. എന്റെ നോമിനേഷൻ അംഗീകരിച്ചു. അപ്പോൾ വ്യാജമായ പ്രസ്താവന നടത്തി എൻ്റെ സ്ഥാനാർത്ഥിത്വം തള്ളിക്കളയാൻ ശ്രമിച്ച എതിർ സ്ഥാനാർത്ഥിക്ക് വേണ്ടി നോമിനേഷൻ കൊടുത്ത ഡെമ്മി സ്ഥാനാർത്ഥിക്കുമെതിരെ ഞാൻ ഇന്ന് വക്കീൽ നോട്ടീസ് അയക്കും. അവർക്കെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്യും. ഇതിന് പിന്നിൽ കേരള കോൺഗ്രസ് നേതൃത്വത്തിന് പങ്കുണ്ടെങ്കിൽ ഒരു കാര്യം പറയട്ടെ, ഞാൻ 30 വർഷം പിടിച്ച കൊടിയാണ് കേരള കോൺഗ്രസ് എമ്മിൻ്റേത്. മാണിസാറിൻ്റെ കൂട്ടത്തിൽ ഞാൻ 30 വർഷക്കാലം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ആളാണ്. അപ്പോൾ എൻ്റെ നോമിനേഷൻ തള്ളിക്കുവാൻ ജനാധിപത്യ വ്യവസ്ഥയിൽ മത്സരിക്കാനുള്ള സ്വാതന്ത്ര്യം ഒരാൾക്കില്ലേ? ടോബി ജോൺസൺ വിവരങ്ങളുമായി. ടോബി, ജോസ്മോൻ മുണ്ടക്കനെ സംബന്ധിച്ച് ആശ്വാസകരമാണ്, അദ്ദേഹത്തിന് മത്സരിക്കാമെന്ന് വരുന്നു. പക്ഷേ ആരാണ് ഇത്തരത്തിലേക്ക് വ്യാജ പ്രചാരണം നടത്തിയത് എന്നതിൽ നിയമ നടപടിയിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെയാകും തുടർ നീക്കങ്ങൾ? അനുജ, കുറവിലങ്ങാട് ഡിവിഷനിൽ കേരള കോൺഗ്രസുകൾ നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ജോസഫ് വിഭാഗത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ടാണ്, UDF സ്ഥാനാർത്ഥിയായിട്ടാണ് ജോസ്മോൻ മുണ്ടയ്ക്കൻ പത്രിക നൽകിയത്. അതിനെതിരെ LDFന്റെ കേരള കോൺഗ്രസ് എമ്മിന്റെ സ്ഥാനാർത്ഥിയുമുണ്ട്. ഈ കേരള കോൺഗ്രസ് എമ്മിന്റെ സ്ഥാനാർത്ഥിയുടെ ഡെമ്മി സ്ഥാനാർത്ഥിയായിട്ട് നൽകിയ ബിബിൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ പരാതിയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചത്. അതായത് കൊഴുവനാൽ പഞ്ചായത്തിൽ പഞ്ചായത്ത് അംഗമായിട്ടിരിക്കുന്ന സമയത്ത് കൗൺസിലിൽ പങ്കെടുക്കാതെ അലവൻസ് കൈപ്പറ്റി എന്നുള്ളതായിരുന്നു പരാതി. പക്ഷേ ആ പരാതി നിലനിൽക്കില്ല എന്ന് വരണാധികാരി കണ്ടെത്തുകയായിരുന്നു. കാരണം ഇതിനു മുൻപ് തന്നെ, അതായത് കഴിഞ്ഞ തവണ അദ്ദേഹം ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നു. അന്ന് മത്സരിച്ചപ്പോൾ തന്നെ ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു വ്യക്തത വരുത്തിയതാണ്. അതുകൊണ്ട് തന്നെ ഈ പരാതി കഴമ്പില്ല എന്ന് പറഞ്ഞ് ഇന്ന് തള്ളിക്കളയുകയാണ്. അങ്ങനെയായിരുന്നു ഈ പത്രിക ഇന്ന് സ്വീകരിച്ചത്. എന്തായാലും അതിന്റെ സൂക്ഷ്മ പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ അവസാനിച്ചിട്ടുണ്ട്. പത്രിക ഔദ്യോഗികമായി തന്നെ സ്വീകരിച്ചിരിക്കുന്നു. ജോസ്മോന് മത്സരിക്കാൻ സാധിക്കും. കുറവിലങ്ങാട് ഡിവിഷനിൽ എന്തായാലും നേർക്കുനേർ കേരള കോൺഗ്രസുകൾ ഏറ്റുമുട്ടുകയാണ്. ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ജോസ്മോൻ ഇപ്പോൾ പറയുന്നത് ഈ നീക്കം നടത്തിയവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ്. അങ്ങനെയാണെങ്കിൽ അത് കേരള കോൺഗ്രസ് നേതാക്കൾക്കെതിരെ തന്നെയാകും ആ നിയമ നടപടി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതും തെരഞ്ഞെടുപ്പ് രംഗത്ത് വലിയ ചർച്ചയാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അനുജ, കോട്ടയം കുറവിലങ്ങാട് ഡിവിഷനിലാണ് കേരള കോൺഗ്രസ് നേതാക്കൾ നേർക്കുനേർ ഏറ്റുമുട്ടുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.